ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി കോഡ്, വെബ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഓരോ മാസത്തിലെയും ക്രമം അനുസരിച്ച് പഠിച്ചു വന്നിരുന്നത്, അല്ലേ? നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തീർത്തിട്ടുണ്ട്. ഇനി മെയ് മാസത്തിലെയാണ്. മെയ് മാസം നമ്മൾ ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. നാളെ മുതൽ നമ്മൾ ജൂൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് മെയ് മാസത്തിലെ മെയ് 2025 ലാസ്റ്റത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കണം, ആദ്യം തന്നെ ഒരു വിയോഗമാണ്. 2025 മെയ്യിൽ അന്തരിച്ച ഉറുഗ്വേയുടെ മുൻ പ്രസിഡന്റ് എന്താണ്? 2025 മെയ്യിൽ അന്തരിച്ച ഉറുഗ്വേയുടെ മുൻ പ്രസിഡന്റാണ് ജോസ് മുജിക്ക. ആരാണ്? ജോസ് മുജിക്ക. അദ്ദേഹം പ്രസിഡന്റായ കാലഘട്ടമാണ് 2010 to 2015 എന്ന് പറയുന്നത്. 2010 മുതൽ 2015 വരെ അദ്ദേഹം ഉറുഗ്വേയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ 2025 മെയ്യിൽ അന്തരിച്ച ഉറുഗ്വ മുൻ പ്രസിഡന്റ് ആരാണ്? ജോസ് മുജിക്കയാണ്. ഓക്കെ, അടുത്തതും ഒരു വിയോഗമാണ്. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്ര സംവിധായകനാണ് റോബർട്ട് ബെന്റൺ. ആരാണ്? റോബർട്ട് ബെന്റൺ. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്ര സംവിധായകനാണ് റോബർട്ട് ബെന്റൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹരിയാന ഗവർണർ ബന്ദാരു ദത്താത്രേയയുടെ ആത്മകഥ ഏതാണ്? ഹരിയാന ഗവർണറായിട്ടുള്ള ബന്ദാരു ദത്താത്രേയയുടെ ആത്മകഥയാണ് ജനതാ കി കഹാനി മേരി ആത്മകഥ എന്നുള്ളത്. ഓക്കെ, എന്താണ്? ജനതാ കി കഹാനി മേരി ആത്മകഥ എന്നുള്ളതാണ് ഹരിയാന ഗവർണറായിട്ടുള്ള ബന്ദാരു ദത്താത്രേയയുടെ ആത്മകഥ. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് അസം സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി എന്താണ്? തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് അസം സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്തി കോലി ദത്തി പോട്ട് എന്ന് പറയുന്നത്. ഏതാണ്? ഇത്തി കോലി ദത്തി പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്താണ്? കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉപാസന മെഹന്തയാണ്. ആരാണ്? ഉപാസന മെഹന്ത. അടുത്ത ക്വസ്റ്റ്യൻ, കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്ന് ഉത്തരവിറക്കിയ സ്ഥാപനം ഏതാണ്? കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് ഉത്തരവിറക്കിയത് നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് ഉത്തരവിറക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? CR 2.0. CR 2.0 കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സമ്പൂർണ്ണമായിട്ടും ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഒരു പദ്ധതിയാണ് CR 2.0 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് കാൻസ് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി എന്താണ്? ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് കാൻസ് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് അനഘ നായർ. ആരാണ്? അനഘ നായർ. ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് കാൻസ് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? അനഘ നായരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി ഒരു ബുക്കാണ്. എന്താണ്? ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി ആരുടെ ബുക്കാണ്? എലിസബത്ത് കോൾബർട്ട്. എന്താണ്? എലിസബത്ത് കോൾബർട്ടിന്റെ ബുക്കാണ് ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ബുക്ക് ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ബീഹാറിലെ ഗയാ നഗരത്തിന് പുതിയതായിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഗയ എന്നുള്ളത് മാറ്റി അത് എന്താക്കി? ഗയ ജി എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ബീഹാറിലെ ഗയാ നഗരത്തിന് നൽകിയ പുതിയ പേരെന്താണ്? ഗയ ജി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം. അടുത്തിടെ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഗൈഡോൺസ് ചാരിയറ്റ്സ്. എന്താണ്? ഗൈഡോൺസ് ചാരിയറ്റ്സ് എന്നാണ്. ഇപ്പൊ ഗാസയില് ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ ഗൈഡോൺസ് ചാരിയറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ബ്രൂക്ലിൻ പാലത്തിൽ ഇടിച്ച് അപകടം സംഭവിച്ച മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പൽ എന്താണ്?
ബുക്ലിൻ പാലത്തിലിടിച്ച് അപകടം സംഭവിച്ച എന്താണ് മെക്സിക്കൻ നേവിയുടെയാണ് പരിശീലന കപ്പലിന്റെ പേരെന്താ? എന്താണ്? കുവാട്ടെമോക്ക് എന്നാണ് കേട്ടോ, കുവാട്ടെമോക്ക്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായിട്ട് ഗൂഗിൾ ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് നാനോ. അപ്പൊ നാനോ എന്ന് പറയുന്നത് ഗൂഗിൾ എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയതാണ്? വ്യാജ വാർത്തകള് അതുപോലെ സൈബർ ആക്രമണങ്ങള് അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആരംഭിച്ചിട്ടുള്ള സംവിധാനമാണ് ഇത് എന്ത് നാനോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2025 എമിലിയറോ മാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവായത്. എമിലിയറോ മാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവായത് ആരാണ്? മാക്സ് വെസ്തപ്പൻ ആണ്. ആരാണ്? മാക്സ് വെസ്തപ്പൻ. രണ്ടാം സ്ഥാനം ലാൻഡോ ലോറിസിനാണ്. ഒന്നാമതായത് മാക്സ് വെസ്തപ്പനും രണ്ടാം സ്ഥാനം ആർക്കാണ്? ലാൻഡോ ലോറിസനാണ്. ഓർത്ത് വെച്ചേക്കാം. ദെൻ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ആരാണ്? LR ശ്രീഹരിയാണ്. എന്താണ്? 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? LR ശ്രീഹരി. ഓക്കെ, അപ്പോ 86 അറിഞ്ഞപ്പോ പിന്നെ 85 കൂടെ അറിഞ്ഞു വയ്ക്കുക. 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് P ശ്യാം നിഖിലാണ്. ആരാണ്? P ശ്യാം നിഖിൽ. കിട്ടിയോ? നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. അപ്പൊ 2025 മെയ്യിൽ അന്തരിച്ച ഉറുഗ്വേ മുൻ പ്രസിഡന്റ് ആരാണ്? ജോസ് മുജിക്കിയാണ്. ദെൻ 2025 മെയ്യിൽ അന്തരിച്ചിട്ടുള്ള അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ ആരാ? റോബർട്ട് ബെന്നൺ ആണ്. ദെൻ ഹരിയാന ഗവർണർ ആയിട്ടുള്ള ബന്ദാരു ദത്താത്രേയയുടെ ആത്മകഥയുടെ പേരെന്താണ്? ജനതാ കി കഹാനി, മേരി ആത്മകഥ. തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് അസം സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇട്ടിക്കോലി ദുത്തി പോട്ട് എന്നുള്ളതാണ്. ഓക്കെ, കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാ? ഉപാസന മെഹന്ത. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്ന് ഉത്തരവിറക്കിയത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സമ്പൂർണ്ണ ഡിജിറ്റൽവൽക്കരിക്കാനുള്ള പദ്ധതിയാണ് CR 2.0. ഇന്റർനാഷണൽ ഫൈൻ ആർട്സ് ക്യാൻസ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാ? അനഘ നായരാണ്. ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി ആരെഴുതിയ ബുക്കാ? എലിസബത്ത് കോൾബർട്ട് ആണ്. ബീഹാറിലെ ഗയ നഗരത്തിന് നൽകിയ പുതിയ പേരെന്താ? ഗയാജി. അടുത്തിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം അറിയപ്പെട്ടത് ഓപ്പറേഷൻ ഗൈഡോൺ ചാരിയറ്റ്സ്. ഓക്കെ, ബ്രൂക്ലിൻ പാലത്തിലിടിച്ച് അപകടം സംഭവിച്ച മെക്സിക്കൻ നേവിയുടെ പരിശീലന കപ്പലിന്റെ പേരെന്താ? കുവാട്ടെമോക്ക്. ഓക്കെ, വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ച സംവിധാനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നാനോ. ദെൻ എമിലിയോ മാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2025 ജേതാവായത് മാക്സ് വെസ്തപ്പൻ ആണ്. രണ്ടാം സ്ഥാനം ലാൻഡോ ലോറിസിനാണ്. ദെൻ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് LR ശ്രീഹരിയും 85ാമത് ആരാണ്? P ശ്യാം നിഖിലുമാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, കറണ്ട് അഫയേഴ്സ് കിട്ടി എന്ന് വിചാരിക്കുന്നു. മെയ് മാസത്തെ നമ്മൾ ഇതോടുകൂടി ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നാളെ മുതൽ നമ്മൾ ജൂൺ മാസത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.